ഹായ്, ഞാൻ വിഷ്ണു. ഞാൻ കനി. ഞാൻ ഷാനു. ഞാൻ മാളു. എമ്പുരാൻ ചെറിയൊരു റിവ്യൂ. അതെ, ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഷാനു നേരത്തെ കണ്ടതാ. ഫസ്റ്റ് ഡേ തന്നെ കണ്ടു. ഇന്ന് കണ്ടുവന്നാണ്. റിവ്യൂ എടുക്കാൻ ഇത്തിരി ലേറ്റായി. അപ്പോൾ ഇന്ന് കണ്ടുവന്നവരുടെ അടുത്ത് നമുക്ക് എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഇതവിടെ പോയിരുന്നു. നല്ല സിനിമ, നല്ല രസമുള്ള ഒരു സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെയല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തത് എന്താന്ന് ഞാൻ ആലോചിച്ചു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്രൗഡായിരുന്നു ഞങ്ങൾ തിയേറ്ററിൽ. അപ്പോൾ പിന്നെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിട്ട് വന്നു. പിന്നെ ഞാൻ പണ്ടേ ഒരു മാസ് സിനിമേൻ്റെ ഒക്കെ ഒരു ഫാനാണ്. പിന്നെ മോഹൻലാലിൻ്റെ കട്ടാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടു. നിനക്കോ കനി? അടിപൊളിയായിരുന്നു. ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ഫുള്ള് ക്ലാപ്പ്, വിസിലടി, നല്ല ടീമായിരുന്നു, നല്ല വൈബ് ആയിരുന്നു. എന്താ തിയേറ്റർ നല്ല വൈബായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ നൈസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് രോമാഞ്ചം, അടിയിലടി, ഫുള്ള് അടിയിലടിയിലടി. ഒരു 15 മിനിറ്റ്സ് ഗ്യാപ്പിൽ പ്രത്യേകിച്ച് എമ്പുരാനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്ന സമയത്ത് സത്യമായിട്ട് ഞങ്ങക്ക് തിയേറ്റർ ഭയങ്കര ക്രൗഡ്, ഭയങ്കര മോശമായിരുന്നു. അതായത് ഒരു കയ്യടും ഇല്ല, ബഹളവും ഇല്ല. അങ്ങനത്തെ ഞാൻ മാത്രം ഇങ്ങനെ, അപ്പൊ രണ്ട് സൈഡിൽ ഇരിക്കണ ഇങ്ങനെ ആ അവസ്ഥയാണ്. ഇടയ്ക്ക് അടുത്തിരിക്കണ ഷാനുവിനെ ഞാനിങ്ങനെ നോക്കും. ആ ഒരു അവസ്ഥയായിരുന്നു. വലിയ വൈബുള്ള തിയേറ്റർ ആയിരുന്നില്ല. പക്ഷെ എനിക്ക് പടം വർക്കായിരുന്നു. ഈ ക്ലൈമാക്സിലെ ഫൈറ്റ് ഒഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് നല്ല രീതിയിൽ വർക്കായി. മറ്റേ ക്ലൈമാക്സിൽ ആ ഫൈറ്റ് മാത്രം ഇത്തിരി ലെങ്തി ആയി പോയി. ഇച്ചിരി ഒരു അരോചകത്വം എവിടേക്കൊക്കെ. അതായത് ഖുറൈഷിയുടെ അടുത്തുനിന്നും സയ്യിദിന്റെ അടുത്തുനിന്നും നമ്മൾ അങ്ങനെ ഒരു കത്തിക്കുത്ത് ഫൈറ്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ശരി, റിവെഞ്ചാണ്. രണ്ടും ഇടിച്ചിട്ട് വെടിവെച്ചിട്ട് പോയാൽ മതി. ഇച്ചിരി ഡിലേ ആക്കി കളഞ്ഞു. ആ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ മേക്കിംഗ് ഒക്കെ കിടില്ല, നല്ല ഹോളിവുഡ് ലെവൽ മേക്കിംഗ്. പ്രത്യേകിച്ച് ലൊക്കേഷൻസ് ഒക്കെ അടിപൊളി. നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ച ആളെയൊക്കെ ലൊക്കേഷൻ സമ്മതിക്കണം. ഹാറ്റ്സ് ഓഫ് ലൊക്കേഷൻ. കാരണം അത്രയ്ക്കും കിടില ലൊക്കേഷനുകൾ. അത് എല്ലാം ഭയങ്കര രസമായിട്ട് കണ്ടുപിടിച്ച് ഷൂട്ട് ചെയ്ത് ഭയങ്കര ചിലവിടെയൊക്കെ അങ്ങനെ പെർമിഷൻ എടുത്തെന്നൊക്കെ ആലോചിക്കുമ്പോൾ ചില സീനൊക്കെ അങ്ങനെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കുറെ സീനുകളൊക്കെ ഉണ്ട്. ഭയങ്കര മേക്കിംഗ് ഭയങ്കര കിടലിനായിരുന്നു. ആർട്ടാണെങ്കിലും ഹെലികോപ്റ്ററൊക്കെ 2 ഹെലികോപ്റ്റർ ഉണ്ടാക്കി അതിലൊരു കുഞ്ഞു മോഡൽ അപ്പാച്ചിയുടെ ഒരു മിനിയേച്ചർ മോഡൽ വാങ്ങിച്ചിട്ട് അതിന്റെ ആക്ച്വൽ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി അതേപോലെ ആ റേഷ്യോയില് സെയിം റേഷ്യോയില് ഉണ്ടാക്കി. അങ്ങനെ അത് അടിപൊളിയായിരുന്നു. ഞാൻ കാണുമ്പോൾ തന്നെ വിചാരിച്ചു അപ്പച്ചൊക്കെ ഒപ്പിക്കാൻ മാത്രം നമ്മുടെ മൂവിയുടെ ബഡ്ജറ്റിന്റെ പകുതി ഇത് തന്നെ പോകല്ലോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അത് ആ ഇൻട്രോ സീൻ അത് ഇവിടെ ലഡാക്കിലെവിടെയാണ് ഷൂട്ട് ചെയ്തത്. സെനഗിൽ കാണിച്ചത് ലഡാക്കിലാണ്. അത് നല്ല രസമായിരുന്നു. അതൊക്കെ ഭയങ്കര ഗൂസ്ബംസ് തരുന്ന മൊമെന്റ്സ് ആണ്. പൃഥ്വിരാജിന്റെ ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ലൊക്കേഷൻ കിട്ടിയാൽ മാത്രം പോരല്ലോ, നമ്മൾ ഏത് ആംഗിളിൽ വെച്ചാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നല്ല സിനിമാറ്റോഗ്രാഫി. ആ ആസ്പെക്ട് റേഷ്യോ ആക്ച്വലി നമ്മൾ നോർമൽ കാണുന്ന ആസ്പെക്ട് റേഷ്യോ അല്ലാണ്ട് ലൂസിഫർ ഇതും ഇത്തിരി വൈഡാക്കി തന്നെ. അതായത് അത്രയും ആൾക്കാരെ അത്രയും വലിയ ക്യാൻവാസ് ആക്കിയത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക്. എല്ലാ സീനും അത്രയും വലുതാണ്, ഡീറ്റെയിലിങ് ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ ഡ്രോൺ ഷോട്ട്സ് ആണെങ്കിലും ഇപ്പൊ ഒരു വീട് കാണിക്കുകയാണെന്നുണ്ടെങ്കിലും ആ വീടിന്റെ എല്ലാ ഭാഗത്തും ഡീറ്റെയിലിങ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര
ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ചില മ്യൂസിക് ഒന്നും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും അങ്ങനെ അധികം BGM അത്രയൊന്നും വർക്കായ പോലെ തോന്നിയില്ല. ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് അതിലൊരു നെഗറ്റീവ് പോലും തോന്നിയില്ല. അവസാനത്തെ ഫൈറ്റ് ഈ പറഞ്ഞ പോലെ കുറച്ച് ലെങ്തി ആയി തോന്നി, പക്ഷെ അതും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഓരോ മ്യൂസിക്കും ഓരോ ബീജിയും ഒരു രക്ഷയില്ല, എല്ലാം അത് നമ്മളെ കുറച്ചും കൂടി മോട്ടിവേറ്റ്. ഞാൻ മോഹൻലാൽ കട്ട ഫാനൊന്നുമല്ല, ഞാൻ മൂവി കാണാം, പക്ഷെ ഇത് പക്ഷെ ഭയങ്കര ഭയങ്കര മാസ്. അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരു ശീലം. എനിക്ക് പക്ഷെ അത്ര എന്താ പറയാ, എവിടേക്ക് കുറച്ച് കണക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. മേ ബി ഞങ്ങൾ കുറച്ച് ടെക്നിക്കലി ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്താ പറയാ, ഇൻഡിവിജ്വലി ഓരോ ഷോട്ട്സും പെർഫെക്റ്റ് ആയിരുന്നു. ബട്ട് ഓവറോൾ നോക്കുമ്പോ എനിക്ക് എവിടേക്കോ സ്ക്രിപ്റ്റിന്റെ ഒരു ലാക്ക്, അതായത് ടെക്നിക്കലി പടം ബ്രില്യന്റ് ആണ്, പക്ഷെ എഴുത്തിന്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലോയ്ക്ക് ഒരു അതായത് കുറെ സീനുകൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. കണക്ഷന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതായത് ഒരു അവിടെ ഇവിടെയും കണക്ഷന്റെ കുറവുകളുണ്ട്, റിപ്പീറ്റഡ് സീനുകളുണ്ട്. പിന്നെ ലൂസിഫറിലൊക്കെ ഹിറ്റായ കുറെ സീനുകൾ വീണ്ടും ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ആണെങ്കിലും നാട്ടിൽ വന്നിട്ടുള്ള ഫൈറ്റ്, അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഫൈറ്റ് ഒക്കെ ലൂസിഫറിലൊക്കെ കണ്ട അതേ സാധനം, അതേ BGM. പിന്നെ സെയിം കൺസെപ്റ്റ്. ആ മറ്റേ കത്തിയിലെ ആ സാധനം ഒരിക്കൽ ഒന്ന് വന്നു, ഓക്കെ എൻജോയ് ചെയ്തു. രണ്ടാമതും വന്നു, ഓക്കെ പിന്നെ 3, 4, 5 എത്ര തവണ പോണത് സെയിം സാധനം റിപ്പീറ്റ് മറ്റേ മാമ ആയുധം എന്ന് പറഞ്ഞിട്ട് നാട്ടില്. പക്ഷെ എനിക്ക് ആ നാട്ടിലെ ഫൈറ്റില് ലുക്കും ഇതൊക്കെ മറ്റേ നെയ്യാറ്റിങ്ങനെ പോകുമ്പോ ആറാട്ടിലെ ലുക്കാണ് അത് ആക്ച്വലി. അതായത് ആ കറുത്ത ഷർട്ടും മുണ്ടും അതിൻ്റെ അകത്ത് അടിക്കണ കുറെ, അതായത് ഫൈറ്റൊക്കെ ശരിക്കും മോഹൻലാലിന്റെ പഴയ സിനിമകളിലെ ഫൈറ്റുകളാണ്. അതായത് ഒരു പുതിയ കൊറിയോഗ്രഫി അല്ല. ഈ ആറാട്ടിലേക്ക് സെയിം ഫൈറ്റ് ആണ്. ആറാട്ടില് ശരിക്കും ആറാട്ടില് സ്റ്റിൽ തന്നെ ഉണ്ട് ഇതിനെ മാച്ച് ചെയ്യുന്ന. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഫൈറ്റ് ഒന്നും അത്രയ്ക്കും മോഡേൺ ഫൈറ്റോ അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ഫൈറ്റോ ഒന്നും അല്ല. അത്രയ്ക്കും ഫൈറ്റിലൊന്നും അത്രയ്ക്കും ഇതില്ല. ടിപ്പിക്കൽ മലയാളം ഓൾഡ് ഫൈറ്റ് ആ ഒരു സാധനം ഉണ്ട്. അതെ, പക്ഷെ പഴയ അമ്മച്ചിമാര് ആ ലെവലിലുള്ള എൻജോയ് ചെയ്യാൻ പറ്റും അവർക്ക്. പക്ഷെ എന്നാലും കൊറേ ആൾക്കാര് പറഞ്ഞത്, അതായത് നമുക്ക് മിസ്സായ ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഈ ഒരു കേരളത്തിലുള്ള ഈ മുണ്ടെടുത്തുള്ള ഈ ഒരു ഫൈറ്റ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കൊറേ ഓഡിയൻസ് പറയുന്നുണ്ട്. മുണ്ടെടുത്തുള്ള ഫൈറ്റ് ഓക്കെയാണ്, പക്ഷെ നമ്മള് സ്ഥിരം ഒരേ ഫൈറ്റ് കാണുന്നതിലും മുണ്ടെടുത്ത ഫൈറ്റിൽ തന്നെ പുതിയ സാധനം കൊണ്ടുവരാലോ. അല്ല, കുറഞ്ഞു പോകാൻ കാരണം ഇതില് പറയുന്ന ഖുറേഷി അബ്രാമിന്റെ കഥയാണല്ലോ. അവൻ കോട്ടും എടുത്തിട്ട് വരാൻ പറ്റുള്ളൂ, മുണ്ടെടുത്ത് വരാൻ പറ്റില്ലല്ലോ. ഇന്റർനാഷണൽ ശരിക്കും മറ്റേ കാർട്ടലൊക്കെ അതാണ് ഫൈറ്റില്. ആ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഫൈറ്റുകളിൽ ഇത്തിരി ഒരു പുതിയ സാധനം ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട്. പഴയ നമ്മൾ കണ്ട നോർമൽ ഫൈറ്റ് തന്നെ ഗൂസ് ബംസും സാധനങ്ങളൊക്കെ ഉണ്ട്, കറക്റ്റ് ആണ്, പൊസിഷനിങ്ങും എല്ലാം സെറ്റാണ്. പക്ഷെ നമ്മൾ കാണാത്ത ഫൈറ്റ് അല്ല അത്, നമുക്ക് കണ്ടുപരിചയമുള്ള ഫൈറ്റാണ് അങ്ങനെ സാധനം. പിന്നെ ബാക്കി അഭിനയിച്ച എല്ലാവരും കിട്ടില്ല. എനിക്ക് മഞ്ജു വാര്യറിനെ നല്ല ഇഷ്ടപ്പെട്ടു. മഞ്ജു വാര്യറിന്റെ ക്യാരക്ടർ ആ ഒരു ഗ്രോത്ത് ഭയങ്കര രസമായിരുന്നു. അതായത് ലൂസിഫർ തൊട്ട് ഒരു മെല്ലെ വന്ന ഒരു ഗ്രോത്ത്, അങ്ങനെ ആ ഒരു പോയിന്റിലാണ് കൊണ്ടൊന്ന് പടം നിർത്തണേ മഞ്ജു വാര്യറിന്റെ ക്യാരക്ടർ. അത് ഭയങ്കര എനിക്ക് ഡയലോഗിൽ മോഹൻലാലിനെക്കാട്ടും കൂടുതൽ മഞ്ജു വാര്യറിന്റെ ഡയലോഗിലാണ് എനിക്ക് വന്നത് ശരിക്കും. എനിക്കൊന്ന് ഇങ്ങനെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കൊറേ ഇതിങ്ങനെ പറയുമ്പോ നമ്മൾ അവിടെ ഒരു ആളായിട്ട് നിൽക്കുമ്പോ ഫീൽ ചെയ്യണ ഒരു ഫീലില് അത് നല്ല രീതിയിൽ അത്യാവശ്യം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സീനാ. ആ സീനിൽ ഒരു ബിൽഡപ്പ് ഉണ്ട്. അത് ഫസ്റ്റ് തൊട്ട് ബിൽഡപ്പ് ഉള്ള സീനാ. നല്ല രസത്തിൽ ബിൽഡപ്പ് ചെയ്ത് വന്ന്, അതും മഞ്ജു വാര്യർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തൊട്ട് സീന് ബിൽഡപ്പ് ഉണ്ട്, കാർ എടുക്കണ സീന് തൊട്ട്. അപ്പൊ അങ്ങനെ സ്ഥിരമല്ലാത്ത ഒരു പാറ്റേണിലേക്ക് പോകുന്ന ഒരു അത് ഉണ്ട്. ആ ഒരു ഇത് കൊള്ളാം.
ടോവിനാണെങ്കിലും അടിപൊളി, പൃഥ്വിരാജ് കൊണ്ടുവന്ന ഫോറിൻ ആക്ടേഴ്സും കിട്ടില്ല. നല്ല അതും പുറത്തെ ഷൂട്ടൊക്കെ എനിക്ക് പക്കാ ഹോളിവുഡ് മേക്കിംഗ് സാധനം കിട്ടിയായിരുന്നു എല്ലാവരുടെയും. വില്ലനും പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇനീഷ്യലി എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ്, പിന്നെ തിയേറ്ററിൽ എല്ലാവരും കൂടി കാണുകയാണ്, ആ ഹേ എന്ന് പറഞ്ഞപ്പോ നമ്മൾ കൂടെ പറഞ്ഞു. പിന്നീടാണ് എനിക്ക് ക്ലിക്കായത്. ഞങ്ങൾ എന്നിട്ട് ചോദിക്കും വില്ലനെ കൊറേ പേര് മനസ്സിലാക്കിയിട്ടില്ല. മറ്റേ നൂഡിൽസ് കടയിലെ ചേട്ടനെ വർഷമാണ് നിക്കണത്. അപ്പൊ റിക്കിന്ന് അങ്ങനെ ആരും അങ്ങനെ വേറെ ലെവലാണ്. അല്ല വില്ലെന്ന് പറഞ്ഞ ഈ അടുത്ത പാർട്ടിയിലേക്കുള്ള വില്ലൻ. അല്ല ആക്ച്വലി ചെറിയൊരു അതെ തേർഡിലൊക്കെ വന്നു കഴിയുമ്പോ സെറ്റ് ആയിരിക്കും വിചാരിക്കാം. ഇനിയിപ്പോ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം വേണ്ടി എന്താന്ന് അറിയില്ല. വരുമായിരിക്കും. പക്ഷെ ഇപ്പൊ നടക്കുന്ന ഈ കോൺട്രവേഴ്സ്യൽ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തീരെ അക്സെപ്റ്റബിൾ അല്ല. കാരണം ഞാനിപ്പോ ഇന്നലെ വരെ ഞാൻ ഭയങ്കര സിനിമയായിട്ട് കാണണം എന്ന് പറഞ്ഞ് നമ്മള് ഈ ക്രൂവിനെ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ, ആ ഒരു വൈബിൽ നിന്നതാ. പക്ഷെ പെട്ടെന്ന് മോഹൻലാൽ തന്നെ ഇത് പോസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ചെയ്തത് ശരിയായില്ല, എൻ്റെ കൂട്ടുകാർക്ക് ഭയങ്കര വിഷമമായി, കൂടെ നിൽക്കുന്നവർക്ക് ഭയങ്കര വിഷമമായി, അപ്പോൾ സിനിമ കട്ട് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വിഷമമായി എന്ന് പറഞ്ഞ സാധനങ്ങൾ കട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു തെട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ തൊട്ട് തിങ്കളാഴ്ചയൊക്കെ തൊട്ട് വരുമായിരിക്കും പുതിയ വേർഷൻ, ഒരു 3 മിനിറ്റ്. അല്ല പൊളിറ്റിക്കൽ പ്രഷറൊക്കെ തന്നെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പൊളിറ്റിക്കൽ പ്രഷറാണ്. ഇപ്പൊ പടത്തില് സംസാരിച്ച പൊളിറ്റിക്സ് ആർക്കും അങ്ങനെ ദഹിച്ചിട്ടില്ല. ആർക്കും എന്നല്ല, ആ വിഭാഗത്തിന് അധികം ദഹിച്ചിട്ടില്ല. അപ്പൊ അത് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അതായത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പോയിന്റിൽ ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് അവർക്ക് ഉള്ള കണക്ഷൻസ് വെച്ച് അവര് പ്രഷറൈസ് ചെയ്ത് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ അതില് മോഹൻലാൽ വഴുതി വീണു. അല്ല ആൾക്കും പ്രഷർ ഉണ്ടാവില്ലേ ഒരു അല്ല ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാള്. അപ്പൊ നമ്മൾ പറയുന്നത് പൊളിറ്റിക്സ് ആണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ അവര് സിനിമ എടുക്കണേ. അവര് പൊളിറ്റിക്സ് അല്ല എന്ന് പറഞ്ഞിട്ട് സിനിമ എടുക്കില്ല. പൊളിറ്റിക്സ് ആണ് പറയണേ. ലൂസിഫർ തൊട്ട് അവർ ഇന്ത്യൻ പൊളിറ്റിക്സാ പറയണേ. അപ്പൊ ലൂസിഫറിൽ ഇടതും വലതും, നമ്മുടെ കേരളത്തിലെ ഇടതും വലതും ഉണ്ടായിരുന്നു. അതിനെ 2 പേർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണ മാതിരി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സ് ആയി. അപ്പൊ ഇടത്തിന് അത്രയ്ക്കും ഇന്ത്യൻ പൊളിറ്റിക്സിന് പ്രാധാന്യമില്ല. എന്നിട്ടും കൊടുക്കേണ്ടതായി കൊടുത്തിട്ടുണ്ട്. ആരും അതൊന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. പക്ഷെ ഇന്ത്യൻ പൊളിറ്റിക്സ് പറയുമ്പോൾ അവിടുത്തെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന 2 പാർട്ടിനെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ IUF എന്ന് പറയുന്നത് കോൺഗ്രസ് സംസാരിക്കുന്ന ഒരു പാർട്ടി, അതാണ് കഥ. ഇപ്പുറത്ത് BJP-നെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് പറ്റില്ല. പക്ഷെ ഇന്ത്യൻ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ ഇത് സംസാരിക്കാനും പറ്റില്ല. അപ്പൊ സംസാരിക്കുന്ന വിഷയം ഫുള്ള് പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഒന്നും പ്രതീക്ഷിക്കരുത്. ആൾക്കാരെ എങ്ങനെ വന്നാലും പടം ഇറങ്ങിയതിന് ശേഷം ഇതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതില് നമുക്ക് ഒന്നും ചെയ്യാനില്ല. അവരിപ്പോ പറയണത് ആളുടെ പേര് മാറ്റും, അതിൻ്റെ അകത്ത് നടന്ന കുറെ സംഭവങ്ങളുടെ സമയം മാറ്റും. അതായത് സ്ഥലം സമയമൊക്കെ അവർക്ക് റെഫറൻസ്, ഇത് ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ, അപ്പോൾ അത് മാറ്റും. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ചെറിയ ചെറിയ സീനുകളും ഷോട്ടുകളൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് ഒരു 3 മിനിറ്റ് എന്തോ ഉള്ളു കട്ട് മൊത്തം. അങ്ങനെയാണ് പറയണേ. അപ്പൊ ഒന്നുകൂടി പോയി കാണേണ്ടി വരും. എന്തോ വില്ലന്റെ പേരൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ആണ് സംസാരിക്കണേ. പക്ഷെ മോഹൻലാൽ ഇത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടും ലാസ്റ്റ് മൊമെന്റില് ആള് തന്നെ ഇത് മാറ്റി പറഞ്ഞു വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ഒരു വിലയില്ലാത്ത പോലെ. അതായത് ഈ കാര്യത്തിൽ ഇനി സംസാരിക്കാനില്ല എന്നുള്ളൊരു പോയിന്റിലേക്ക് വന്നു. ഇതിപ്പോ നമ്മളിപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുക. പക്ഷെ അവിടെ അത്രയും ഇന്നലെ ഉച്ച വരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ആ പോസ്റ്റ് എത്തിയപ്പോ
എല്ലാവർക്കും ഒരു റിഗ്രറ്റ് ആണ്, ഞാൻ എന്തിനാ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു സാധനമുണ്ട്. അതും സെയിം ടൈം ഇത് മോഹൻലാൽ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് വരെ ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് ബുക്കിംഗ് ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു. കാരണം കട്ട് ചെയ്യാൻ പോവാണെന്നുള്ളൊരു ന്യൂസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതും ക്രൂ കൺഫേം ആക്കുന്നതിന് മുമ്പ് തന്നെ. കാരണം പാർട്ടിക്കാരായാലും മേജർ രവി ആണെങ്കിലും അവിടെ നിന്നൊക്കെ കട്ട് ചെയ്യും, അതാണ് ഇതാണെന്നുള്ള ഒരു പരക്കെ ഒരു സംസാരം ഉണ്ടായിരുന്ന അതുകൊണ്ട് എല്ലാവരും ലാസ്റ്റ് ശനി ഞായർ നല്ല ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ബുക്ക് ചെയ്ത ആൾക്കാർ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കാണണം എന്നുള്ള ഇതിൽ നിൽക്കുമ്പോഴാണ്, അതായത് അത് ആക്ച്വലി സിനിമയോടുള്ള സ്നേഹമുള്ള അവർ കാണിക്കണേ. അതായത് അവരുണ്ടാക്കി വെച്ച സാധനം മൊത്തത്തിൽ നമുക്ക് കാണണം എന്നുള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, ഞങ്ങളിത് കട്ട് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ചിലപ്പോൾ കുറേ പേരൊക്കെ പടത്തിന് പോകാണ്ടിരിക്കുന്നുണ്ടാവും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട്. ആ ഒരു ദേഷ്യം കൊണ്ടൊക്കെ വിഷമം, ഞാൻ എന്തിനു കാണണം, അവര് പോലും അവര് ചെയ്ത് തെറ്റാന്ന് പറയണം, നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ മണ്ടന്മാരായെന്നുള്ളൊരു പോയിന്റിലേക്കൊക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ പക്ഷെ ഒരു രീതിക്ക് നോക്കിയാൽ അത് മാർക്കറ്റിങ്ങിനെ, സിനിമന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ മൊത്തം ചർച്ചയായിട്ടുണ്ടാവും. ആൾക്കാർ കൂടുതൽ പടം കാണുമായിരിക്കും, പക്ഷെ ആരും അങ്ങനെ വിട്ട് സംസാരിക്കാൻ ഇപ്പോൾ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടല്ലാതെ ആരും സംസാരിക്കാനൊന്നും റെഡിയല്ല. അപ്പോൾ ആൾക്കാർ പറയും, ഇപ്പോൾ മേജർ രവിയൊക്കെ പറയണത് മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല ഇറങ്ങുന്നതിന് മുമ്പ്, സ്ക്രിപ്റ്റ് മര്യാദയ്ക്ക് കേട്ടിട്ടില്ല, പൃഥ്വിരാജ് പറ്റിച്ചതാണെന്നൊക്കെ. അപ്പോൾ പൃഥ്വിരാജ് ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ 6 മണിക്കൂർ എടുത്തിട്ടാണ് മോഹൻലാലിനെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് കേൾപ്പിച്ചത്. മോഹൻലാൽ തന്നെ ഫസ്റ്റ് ട്രെയിലർ ലോഞ്ചിന്റെ സമയത്ത് പറയുന്നുണ്ട് ഞാൻ സിനിമ കണ്ടതാണ്. ഇതൊക്കെ ഓൾറെഡി ഉണ്ട്. അതിന് ശേഷമാണ് ഇങ്ങനത്തെ പരാമർശങ്ങൾ വരുന്നത്. അപ്പോൾ പൃഥ്വിരാജിനൊക്കെ ഭയങ്കര ഇതാണ് ഇപ്പോൾ ആൾക്കാർ പൃഥ്വിരാജിനെയൊക്കെ ഫുൾ തെറിവിളി ആ ഒരു സാധനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് പൃഥ്വിരാജിന്റെ അമ്മ ആരും പൃഥ്വിരാജിനെ കുറ്റം പറയാൻ നിൽക്കണ്ട, മോഹൻലാലിനും ആന്റണി പെരുമ്പാറിനും അറിയാത്ത ഒരു ഷോട്ട് പോലും സിനിമയിലില്ല. അതെ, അവർക്ക് എടുക്കുമ്പോ അത് അറിയത്തില്ലേ, അല്ലാതെ ഒരു ബ്ലൈൻഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. അതെ, എല്ലാം വ്യക്തമായിട്ട് ചെയ്യുന്നതാണല്ലോ. സുപ്രിയയുടെ അതങ്ങനെയല്ല, അത് സുപ്രിയയുടെ ഒരു പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഇറങ്ങുന്നതിന് മുമ്പ് പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷനെയൊക്കെ ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ ഏറ്റവും അവസാനം പൃഥ്വിരാജിന്റെ തന്നെ സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ആളറിഞ്ഞ് കളിയടാ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ BJP എല്ലാ പാർട്ടികളുടെയും പേജുകളിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടന്റ് ഇതാണ്. അതായത് പൃഥ്വിരാജിന്റെ അടുത്ത് ആളറിഞ്ഞ് കളിയടാന്ന് ഇവര് തിരിച്ചു പറയുന്ന ഒരു സാധനം, നീ ആളറിഞ്ഞ് കളിയടാ എന്നുള്ള സാധനം ആണിപ്പോ ആൾക്കാര് അവർക്ക് അവരെ കുത്തുന്നത് പോലെ. ഇത് അവരോട് പറഞ്ഞ അവരോട് പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് എല്ലാവർക്കും അവരുടെ എന്താ പറയാ ആശയങ്ങളും ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ സിനിമനെ ആ ഒരു രീതിക്ക് എടുത്ത് കണ്ട് വിടേണ്ട കാര്യമുള്ളൂ. അവർക്കത് നല്ല രീതിയിൽ കൊത്തുന്നതുകൊണ്ടാണല്ലോ അവർക്ക് അത് എടുക്കാൻ പറ്റാത്തത്. അതെ, മോഹൻലാല് ചെയ്യുമ്പോൾ ഇതിനെ ഒരു ഇത്രയും കൂടെ ബെറ്റർ ആയിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യണമായിരുന്നു. എന്നാല് ഇപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ ഫസ്റ്റ് തന്നെ മാറ്റിയാലും സിനിമയ്ക്ക് ഇപ്പൊ ഇവരുടെ ആവശ്യം ഈ ആളുടെ പേര് മാറ്റലും ഈ സ്ഥലം മാറ്റലാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, പടം ഇറങ്ങുന്നതിനും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അതായിരിക്കില്ല ഇവരുടെ പ്രശ്നം. മനസ്സിലായോ? ഇപ്പൊ ഇവർക്ക് ഈ പോയിന്റ് മതി, ഇത് മാറ്റിയാൽ മതി. അപ്പൊ ഇത് നേരത്തെ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒരു കോർ എലമെന്റ് എന്ന് പറയുന്നത് എങ്ങനെ വന്നാലും ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പൊ ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാർക്ക് കൂടെ ഈ സംഭവം മനസ്സിലായി. കുറെ പേർക്കൊന്നും ഇതെന്താണ് ഈ കലാപം എന്നോ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇപ്പൊ എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയാം. ഇത് കൂടുതൽ വിദ്വേഷം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഇത്രയും കൂടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല.
ഇത് ഇവര് എന്തെങ്കിലും കാണുമ്പോഴേക്കും ബഹളം വയ്ക്കുന്നത് കാണുമ്പോ അവരെന്തിനാ ബഹളം വെച്ചേ, അത് പഠിച്ച ആൾക്കാർ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ. ഇപ്പൊ കൊറേ വീഡിയോസ് ആ കഥകളും എന്തായിരുന്നു അന്ന് സംഭവിച്ചതിനെ കുറിച്ചിട്ടും അതൊക്കെ നമ്മളും അറിയുന്നത് ഇപ്പോഴാണ് കേട്ടോ. അല്ല, സിനിമയായിട്ടാണ് എല്ലാവരും കണ്ടോണ്ടിരുന്നത്. ഈ പറഞ്ഞു പോയ കഥ ഒരു ഫിക്ഷണലാണ് എന്ന് പറഞ്ഞു പോയവരായിരിക്കും ഒരു 80% കൂടുതൽ ആൾക്കാർ. ഫിക്ഷണൽ ആണെങ്കിലും അതിനെ ഈ വിഭാഗം ആൾക്കാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അത്രയും ഒരു 80% മേലെ ആൾക്കാർക്ക് അത്രേ ഉണ്ടാവുള്ളൂ. ബാക്കി ഒരു 20%-നാണ് ആ വർഷവും ആ സ്ഥലവും ഒക്കെ മനസ്സിലാക്കി, ആളുടെ പേരും മനസ്സിലാക്കി, അതാണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവുന്ന ആൾക്കാർ. അപ്പൊ ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും പഠിച്ചു. ഈ PSC-ലൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം എഴുതാം. അതെ അതെ. അല്ല, റൈറ്റർ ഇപ്പൊ ലെഫ്റ്റ് ഒക്കെ എഴുതി പിണറായി വിജയനെ നിർത്തി പൊരിച്ച മനുഷ്യൻ. ആ പടം കേരളത്തിൽ ഒരാളും ബാൻ ചെയ്തിട്ടില്ല, ഒരാളൂടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവർക്കും അവരവരുടെ റൈറ്റ്സ് ഉണ്ട്, സിനിമയായിട്ട് കാണണം എന്നുള്ള ഇതുണ്ട്. അപ്പൊ ആ സാധനമുണ്ട്. ഇനിയിപ്പോ മുരളി ഗോപി ഇതിലെന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം 2 ദിവസം മുമ്പ് ആളുടെ ഒരു 4-5 മിനിറ്റ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, മുരളി ഗോപിയും ദീപക് ദേവൊക്കെ കൂടിയിരിക്കുന്നത്. അതിൻ്റെ അകത്തും ഇതിനെ കുറിച്ചൊരു ചെറിയൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഈ സെൻസർ ബോർഡല്ല വേണ്ടത്, സർട്ടിഫിക്കേഷൻ ബോർഡാണ് എന്നുള്ളൊരു സാധനം. ഇത് സെൻസർ ചെയ്ത് നീ ഇതൊക്കെ കട്ട് ചെയ്യണം എന്ന് പറയല്ലാതെ ഒരു സർട്ടിഫിക്കേഷൻ ബോർഡ് ഉണ്ടായിട്ട് ഈ സിനിമ ഈ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് പറഞ്ഞാൽ മതി. അതാണ് വേണ്ടത്. അത് US-ലൊക്കെ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് പറഞ്ഞിട്ട്. അപ്പൊ അതാണ് നമുക്ക് കൂടുതൽ വേണ്ടത് എന്നുള്ളൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പടം റിലീസിന് മുമ്പ് തൊട്ട് ന്യൂസിൽ ചർച്ചയാണ്. അതായത് ലാസ്റ്റത്തെ ഒരു പടം ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു 4 ദിവസം ആയി. അതിന് മുമ്പ് ഒരു 2 ആഴ്ച തൊട്ട് ന്യൂസിൽ തിളങ്ങി നിൽക്കണ്. 2 ആഴ്ച എമ്പുരാനാണ് എല്ലാവരും, സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും. ആദ്യം മറ്റേ ലൈക്ക പിന്മാറിയ കാര്യം, അത് കഴിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും ടിക്കറ്റ് ബുക്കിങ്, പിന്നെ പടം റിലീസായി, പിന്നെ ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് മോഹൻലാൽ പോസ്റ്റ് ഇട്ടു. ഇപ്പൊ നാളെ ഭയങ്കര ഇവന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ സിനിമയിലുള്ളതിനേക്കാളും സ്റ്റോറി പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനമാണ്. അല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കൊറേ ഈ പടമൊക്കെ ഒന്ന് പോയി കാണണം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അല്ല, മൂവി മസ്റ്റ് തിയേറ്റർ വാച്ച് സാധനമാണ്. അതും പെട്ടെന്ന്, ഒട്ടും ലേറ്റ് ആക്കരുത്. നല്ല ഓഡിയൻസിന്റെ കൂടെ നല്ല തിയേറ്ററിൽ പോയി കാണുക. 3 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്തു വിചാരിച്ചു. ഇല്ല, നാളെ കട്ട് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്തു പറഞ്ഞിട്ട് വലിയ കഥയൊന്നും മാറ്റം വരാനോ അല്ലാണ്ട് മേജർ സീനുകളൊന്നും പോവൊന്നുമില്ല, അത്രയ്ക്കൊന്നും കട്ടിങ് ഒന്നുമില്ല. പക്ഷെ ഒരാളുടെ, ഒരു ക്രിയേറ്ററിന്റെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഇതിന് കുറച്ച് വരമ്പുകൾ വരാന്ന് പറയുന്നത് അത്രയ്ക്ക് സുഖമുള്ള കാര്യമില്ല. അത് നമ്മുടെ ഇന്ത്യ പോലത്തെ ഒരു കൺട്രിയിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ആൻഡ് നമുക്ക് സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വേണ്ടത് ഇപ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ. വെയിറ്റിംഗ് ഫോർ തുടരും. അപ്പോൾ അതാണ് ഇനി അടുത്ത എക്സ്പെക്റ്റേഷൻ. മോഹൻലാലിൻ്റെ ഒരു നല്ല പടമാവട്ടെ, തുടരുമെന്ന് വിചാരിക്കുന്നു. ആവുമായിരിക്കും, തരുമൂർത്തിയിലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ശരി, ഇത് ഷാനു പറഞ്ഞ പോലെ